സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും അവിടെ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ആർക്കാണ് അവിടെ വിജയ സാധ്യത, ആര് ജയിക്കാനാണ് സാധ്യത, അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തിയാണ് ഇവിടെ. അപ്പോൾ അവിടുത്തെ 3 സ്ഥാനാർത്ഥികൾ കാര്യപ്പെട്ടതെന്ന് പറയുന്നത് SDPI-യുടെ KM അഷ്റഫ്, BJP-യുടെ K സുരേന്ദ്രൻ, UDF-ന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫ്. അപ്പോൾ AKM അഷ്റഫ് എന്ന് പറയുന്ന നിലവിലുള്ള MLA ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 700 ചില്ലറ വോട്ടിനാണ് AKM അഷ്റഫ് ജയിച്ചത്. വളരെയധികം വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്തായാലും UDF-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫ് അവിടെ ജയിച്ചു. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലായിരുന്നു. അവർക്ക് ഏകദേശം 8000-നകത്ത് വോട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി വരാൻ പോകുന്നത് BJP-ക്കാരാണ്. അപ്പോൾ SDPI എന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് കേരളത്തിൽ? ഇപ്പോൾ ഇന്ത്യയിലാകമാനം പല സ്റ്റേറ്റുകളിലും ഉണ്ട് SDPI. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ തന്നെയാണ്, ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് SDPI. പക്ഷേ ഇവിടെ ഒരു അല്പം കേരളത്തിൽ ബാക്കിയുള്ള മുന്നണികൾ, 2 മുന്നണികളിലും പറയുന്ന അവർക്ക് തീവ്രത കൂടുതലാണ്. തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കാം, അതിലൊന്നും ആരെയും കുറ്റം പറയാൻ കാര്യമില്ല. തീവ്ര നിലപാടുകൾ എടുക്കുന്നവരുണ്ടാവാം, തീവ്ര നിലപാട് എടുക്കാത്തവരുണ്ടാവാം. എന്തായാലും ശരി, SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്, അതിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ SDPI അവിടെ ജയിക്കാൻ സാധ്യതയുള്ള മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നിഷ്പക്ഷമായ ഒരു വിലയിരുത്തലാണിത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ യാതൊരു കാരണവശാലും ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയെ, അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ, കാരണം BJP എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ശരിയാണ്, ഇന്ത്യ ഭരിക്കുന്ന രാജ്യമാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, സംഗതിയെല്ലാം സത്യമാണ്. പക്ഷേ ആ BJP-യെ നിലനിർത്തുന്നത് ആരാണ്? സംഘപരിവാർ ശക്തികളാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് സംഘടനകളുണ്ട്. അതായത് തലയ്ക്ക് തല, കൈക്ക് കൈക്ക്, കാലിന് കാല് എന്ന് മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയും ദളിതരെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലായ്മ ചെയ്യുക, ഇന്ത്യയിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പരസ്യമായും രഹസ്യമായ അജണ്ട എന്ന് പറയുന്നത്. അവരത് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിതരും കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാത്ത ഒരു ഇന്ത്യയെ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഹിന്ദു ഏകീകരണം, അതായത് വർഗീയ വിഷം ചീറ്റി വെറുപ്പും വിദ്വേഷവും പടർത്തി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ടുകൾ ഏകീകരിച്ച് എങ്ങനെയും അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് BJP-യുടെ സംഘപരിവാർ ശക്തികളുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ പരസ്യമായും രഹസ്യമായും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെയും മെനഹാന്നുമായിട്ടൊക്കെ മുണ്ടെടുക്കാത്ത സ്വാമിമാര് വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു വിട്ടതാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വാമി ഹിന്ദിയിലാണ് പറയുന്നത്, മോഡിനെ ബേജ ഹം ലോഗോങ്കോ, വണ്ടി തന്നെ കൊടുത്ത് അവരെ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോ, അവിടെ പോയി BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ. മുണ്ടില്ലാത്ത സ്വാമിമാരാണ്, അതായത് വസ്ത്രമുടുക്കാത്ത സ്വാമിമാര്. ഇത്ര വൃത്തിയായിട്ട്, അതായത് മനുഷ്യൻ അധപ്പതിക്കുന്നതിന് സംസ്കാരം എന്ന് പറയുന്ന തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഇങ്ങനെ
ഈ മനുഷ്യനായിട്ട് ജീവിക്കാനും. അപ്പൊ ഈ ഇന്ത്യയിൽ ഭരണം നടത്തുന്നവരെന്താ മുണ്ടെടുക്കാത്തവരാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മോഡി മുണ്ടെടുക്കാത്ത ഒരവസ്ഥയിലാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകാനൊക്കും. അപ്പൊ ഇന്ത്യയെപ്പറ്റി ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ എന്താണ് ധരിക്കുന്നത്? മനുഷ്യൻ പണ്ട് കാലത്ത് മുണ്ടുണ്ടായിരുന്നില്ലെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പിന്നെ വൃക്ഷങ്ങളുടെ ഇലകൾ പറിച്ചു വെച്ച് നഗ്നത മറച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് സംഗതി ശരി. പക്ഷെ എന്നിരുന്നാലും നഗ്നത മറച്ചിട്ടുണ്ട് അവര്. ഇത് നഗ്നത മറയ്ക്കുക എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തും സെക്കൻഡുകൾക്കകം വിളിച്ച് സംസാരിക്കാം, കാണാം, കേൾക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെയുള്ള ഒരു ലോകത്ത് മുണ്ടെടുക്കാത്ത സ്വാമിമാർ അവരുടെ സാധനവും തൂക്കിയിട്ട് നടക്കുന്ന എന്തോ ഒരു വൃത്തികെട്ട അതിലൊന്നും അവർക്കൊരു ലജ്ജയുമില്ല എന്നുള്ളതാണ്. അപ്പോ വസ്ത്രമുടുക്കാതെ പൂർണ്ണനഗ്നരായി നടക്കാൻ അവർക്ക് ലജ്ജയില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. കാര്യം അവർക്ക് നാണവും മാനവുമില്ല, അന്തസ്സും അഭിമാനവുമില്ല. അപ്പൊ അങ്ങനെയുള്ള വർഗത്തെ ഇവിടെ പാലൂട്ടി വളർത്താൻ വേണ്ടി കേരളം എന്ന് പറയുന്ന എന്താണ്? നമ്മളത് മനസ്സിലാക്കണം. കേരളത്തിനെന്ന് പറയുന്ന അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ആ സ്റ്റേറ്റിൽ, നമ്മുടെ സ്റ്റേറ്റിൽ ജീവിക്കുന്നവർ, നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്നവർക്ക് ലോകത്തെവിടെ പോയാലും പ്രത്യേകമായ സ്ഥാനം, ബഹുമാനമാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ മുണ്ടെടുക്കാത്ത സ്വാമിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. 2 സ്വാമിമാര് വേറെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർ വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഈ ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രവൃത്തികളും ഇറക്കുന്ന അവരെ സഹായിക്കും. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ യാതൊരു കാരണവശാലും കേരളത്തിലെ സംസ്കാര സമ്പന്നരായ കേരളീയര്, അതിന് SDP ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, UDF ആവട്ടെ, യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. ആരോട് ഏത് രീതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നാലും ശരി, അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അതിന് വേറെ വഴികളുണ്ട്. അതിന് വേറെ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാം. ഇപ്പോഴെന്ന് പറയുന്നത്, ഇപ്പോ കേരളത്തിലുള്ള ആദ്യത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഒറ്റപ്പെടുത്തുക. അവരെ യാതൊരു കാരണവശാലും കേരളത്തിലെ നിയമസഭയിൽ എത്തിക്കാതിരിക്കുക. അത് കേരളത്തിലുള്ള ഓരോ പൗരന്റെയും കടമയാണ്. നമുക്കറിയാം, കേരളത്തിലുള്ള BJPക്കാരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് BJPയിലെ സംസ്ഥാന പ്രസിഡന്റായി. നമ്മൾ മനസ്സിലാക്കണം, കേരളക്കാരനല്ല ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്, കർണാടകക്കാരനാണ്. കർണാടകയിലെ അഴിമതി ആരോപണം ഉള്ള ഒരു വ്യക്തിയാണ്, 500 കോടി രൂപയുടെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, അതായത് പണമുണ്ടെങ്കിൽ എന്ത് നടക്കും, പണത്തിന് മീതെ പരന്തും പറക്കില്ല എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. അപ്പോ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം. കേരളത്തിൽ എത്രയോ BJPക്കാരുണ്ട്. അവരിലൊന്നും കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസമില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓരോ BJPക്കാരനും, വർഗീയ പ്രചാരണം നടത്തുന്ന ഓരോ BJPക്കാരനും മനസ്സിലാക്കണം, നമ്മളെ കൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖരനെ ഞങ്ങളുടെ മുകളിൽ കൊണ്ട് കെട്ടിയിറക്കിയത് എന്നുള്ള ഒരു ബോധം കേരളത്തിലെ ഓരോ BJPക്കാരനും ഉണ്ടാവണം. അപ്പൊ കേരളക്കാരന് യാതൊരു വിലയും ഈ BJPയുടെ കേന്ദ്ര നേതൃത്വം കൽപ്പിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. അല്ലെങ്കിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ പുറത്തുനിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ആരെങ്കിലും വയ്ക്കും? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണം. അപ്പൊ എന്തായാലും ശരി, ഇവിടുത്തെ വിഷയം അതല്ല. SDP എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളുടെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ, അതായത് നിങ്ങൾ നട്ടല് വളയ്ക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോ അത് സ്വന്തമായ ആ അഭിമാനവും ആ ആദർശവും നിങ്ങൾ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും BJP എന്ന ഫാസിസ്റ്റ് വർഗീയ ശക്തി അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനം അതിന്റെ ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് നിങ്ങൾ എടുക്കരുത്. അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മത്സരം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണമെന്ന് പറയുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ എന്ന് പറയുന്ന 1ാം ക്ലാസ് വർഗീയവാദിയാണ്. ഒരു പ്രാവശ്യം മുസ്ലിങ്ങളെ ആരെ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഒരു കാക്ക കണ്ണടിച്ച് എത്താൻ നമുക്ക് എന്ന് നിരോധിച്ചവനാണ്.
ഏതെങ്കിലും ഒരു കാക്ക എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ് ആണ് അവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു വർഗീയവാദികളെ കേരള നിയമസഭയിൽ എത്തിക്കാൻ ഏതെങ്കിലും കാരണവശാൽ SDPI അതിന് കാരണക്കാരായാൽ അത് ഒരു കാരണവശാലും കേരളത്തിലെ മതേതരവാദികളായിരുന്നാലും ശരി, മുസ്ലിങ്ങളായിരുന്നാലും ശരി, മതേതരവാദികളായ ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരുന്നാലും ശരി, അത് ഒരിക്കലും മറക്കില്ല. കാരണം അത് കേരള ചരിത്രം എത്ര വർഷം കഴിഞ്ഞാലും അത് മറക്കില്ല. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും, അതായത് പ്രാദേശികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതി ദേശീയ ലെവലിലോ സംസ്ഥാന ലെവലിലോ അങ്ങനെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പാടില്ല. പക്വതയോടെ വേണം. രാഷ്ട്രീയ, അതായത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. പക്വത വേണം. ഏത് കാര്യത്തിനും പക്വത ഉള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് എല്ലാവരും എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായി അവിടെ സ്ഥാനാർത്ഥി നിർത്തരുത്. അതായത് നമുക്കറിയാം, ഞാൻ കർണാടക, തെലങ്കാനയില്ല, പണ്ട് അതെല്ലാം ആന്ധ്രാപ്രദേശ് ആയിരുന്നല്ലോ. തെലങ്കാന എന്നും ആന്ധ്രാപ്രദേശ് എന്നും പറഞ്ഞ രണ്ട് സംസ്ഥാനമായതിനു ശേഷം പലരുമായിട്ടും പല മുസ്ലിം ആൾക്കാരുമായിട്ടും ഈ ഹൈദരാബാദിലുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് ഒവൈസിയെ എന്തോ ആയിട്ടാണ് കണക്കാക്കുന്നത്, വലിയ കാര്യപ്പെട്ട വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞ കള്ളനാണ് ഒവൈസി, കള്ളനാണ്, ഹറാമി എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ്. കള്ളനാണ്. കാരണം അവനെ വിശ്വസിക്കരുത്. കാരണം എവിടെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുണ്ടോ ഈ ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനം, അതായത് ബീഹാറിലാവട്ടെ, UP-യിലാവട്ടെ, UP, ബീഹാർ, മഹാരാഷ്ട്ര, ഈ 3 സ്റ്റേറ്റുകളിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ പോയി മാത്രം ഈ ഒവൈസി സ്ഥാനാർത്ഥികളെ നിർത്തും. എന്തിനാണ്? അവിടെയുള്ള മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക, എന്നിട്ട് BJP അവിടെ ജയിക്കുക. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് BJP ജയിക്കുക, BJP ജയിപ്പിക്കുക.